അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും ആകുലതകളും അവന്റെ മേൽ നിങ്ങൾ ഇട്ടുകൊള്ളുവീൻ. 7-ാമത്തെ വാക്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മനുഷ്യനിൽ വിവിധ തരത്തിലുള്ള ചിന്തകളുണ്ട്. നാം പലതിലും ആകുലചിത്തരാണ്. എന്നാൽ ദൈവപൈതലേ, നിന്റെ സകല ചിന്തകളെയും നിന്റെ സകല ആകുലതകളെയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എടുക്കുവാൻ നിന്റെ സകല ഭാരവും എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാനതിനെ ചുമന്നുകൊള്ളാം എന്ന് പറഞ്ഞ ദൈവം നിന്റെ ചിന്താകുലതകളെ, ആകുലതകളെ, ചിന്തകളിൽ വെളിപ്പെടുന്ന സകല ഭയങ്ങളെ, തിന്മകളെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ അരികിൽ യേശു വന്നിരിക്കുന്നു. അത് കർത്താവിന് കൈമാറുവാൻ നിങ്ങൾ തയ്യാറാകുക. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ അതിലൊരു ഉറപ്പ് വേണം. അതിലൊരു ഉറപ്പ് വേണം. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ കുടുംബത്തെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ തലമുറയെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ നാളുകളിൽ എനിക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവൻ എനിക്കായി കരുതുന്ന ദൈവം. നമുക്കറിയാം, വിശുദ്ധ തിരുവചനത്തിനകത്ത് സർവശക്തനാകുന്ന ദൈവത്തിന് വിവിധ നാമങ്ങൾ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്നു, വിവിധ പേരുകൾ കൊടുത്തിരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഗാനം ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പാടി, യഹോവ ഇരേ, ദാതാവാം ദൈവം നീ മാത്രം മതി. യഹോവ റാഫ, സൗഖ്യദായകൻ, തൻ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം. അപ്പോൾ ജഹോവ ജൈറ, ദൈവം നമ്മളെ കരുതുന്നു. ജഹോവ റാഫ, അവൻ നമ്മെ സൗഖ്യമാക്കുന്ന യഹോവയായിരിക്കുന്നു. ജഹോവ ഷമ്മ, അവൻ നമ്മോട് കൂടെയിരിക്കുന്നു. ജഹോവ ശലോം, അവൻ നമ്മുടെ സമാധാനമായിരിക്കുന്നു. ജഹോവ നിസി, അവൻ നമുക്ക് ജയത്തിന്റെ കൊടി ഉയർത്തുന്നു. ജഹോവ റോഹീം, അവൻ നല്ല ഇടയനായി നമ്മളോട് കൂടെയിരിക്കുന്നു. ജഹോവ ഇമ്മാനുവേൽ, അവൻ നമ്മോടൊപ്പമുള്ള ദൈവമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ അവൻ ജഹോവ സിഖ്നോ, അവൻ എൻ്റെ നീതിയായ ദൈവമായിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ അവന് തിരുവചനത്തിൽ കൊടുത്തിരിക്കുമ്പോൾ തന്നെ എന്താണോ അവന്റെ നാമം, അവന്റെ പ്രവൃത്തിയും അത് തന്നെയാണ്. എന്താണോ അവന്റെ പേര്, അവന്റെ പെരുമാറ്റവും അങ്ങനെയാണ്. പേര് പോലെ തന്നെ പെരുമാറുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ സേവിക്കുന്നതിന്റെ ദൈവമാണ്. യഹോവ റാഫ, അവൻ സൗഖ്യദായകനാണ്. അവന്റെ പെരുമാറ്റങ്ങൾ സൗഖ്യമാക്കിക്കൊണ്ടാണ്. ജഹോവ ജൈറ, അവൻ കരുതുന്ന ദൈവമാണ്. അവന്റെ പെരുമാറ്റങ്ങളിൽ ഞാനൊരു കരുതൽ കാണുന്നു പ്രിയരെ. ജഹോവ നിസി, അവൻ ജയത്തിന്റെ കൊടി ഉയർത്തുന്നവനാണ്. അവന്റെ പെരുമാറ്റങ്ങളിൽ ഏത് പരാജിതനെയും ഉയർത്തുന്ന ഒരു ദൈവസ്നേഹം ഞാൻ കാണുന്നു പ്രിയരെ. അവൻ അത്ഭുത മന്ത്രി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ അത്ഭുതങ്ങളെ, എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. യേശു വീരനാം ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശു സമാധാന പ്രഭു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അസമാധാനത്തിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ അവൻ സമാധാനം നൽകുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവെന്ന്, എവർലാസ്റ്റിംഗ് ഫാദർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ പിതാക്കന്മാരും നിന്നെ മറന്നാലും നിന്നെ മറക്കാത്ത പിതാവായി അവൻ നിലകൊള്ളുന്നവനാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്റെ ദൈവം കരുതുന്നവൻ, എന്റെ ദൈവം എന്നെ നയിക്കുന്നവൻ, എന്റെ ദൈവം എന്റെ നീതിയായവൻ, എന്റെ ദൈവം എന്റെ ജയക്കൊടിയായവൻ, എന്റെ ദൈവം എന്റെ സൗഖ്യദായവൻ, എന്റെ ദൈവം എന്നെ വിശുദ്ധീകരിക്കുന്നവൻ, എന്റെ ദൈവം എന്റെ ഇടയനായവൻ, എന്റെ ദൈവം എന്റെ ഒപ്പം നിൽക്കുന്നവൻ എന്ന ഉറപ്പുണ്ടെങ്കിൽ ആ കൈകളെ ഒന്ന് ഉയർത്തി എവിടെ ഇരുന്നാണെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഇതിൽ പത്രോസ് അപ്പോസ്തലനാണ് തന്റെ ലേഖനത്തിനകത്ത് കരുതുന്ന ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി 2 വാക്യശകലങ്ങൾക്കകത്ത് ആഴമേറിയ വെളിപ്പാടുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നത്. ഒന്നാമതായി, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിനെന്ന പദം ഞാനൊന്ന് എടുക്കുകയാണ്. തക്ക സമയത്ത് ഉയർത്തുവാൻ. അവിടെ ആ സമയം എന്ന് പറയുന്നത് എൻ്റെ സമയമല്ല, നിങ്ങളുടെ സമയമല്ല, മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ സഹപാഠികളുടെയോ സഹോദരങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ സഹവിശ്വാസികളുടെയോ സമയമല്ല. The perfect time of God, God's perfect timing, ദൈവത്തിന്റെ കൃത്യമായ സമയം. അങ്ങനെ ഒരു സമയമുണ്ട്. അതാണ് യോഹന്നാൻ 5:4 നാം വായിക്കുന്നത് പ്രിയരെ. ബെഥെസ്ദ എന്ന കുളക്കരയിൽ കിടന്ന ആ രോഗി യേശു ക്രിസ്തുവിനോട് പറയുന്നത് ഇങ്ങനെയാണ്: അതത് സമയത്ത് ഒരു ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനാണെങ്കിലും സൗഖ്യം പ്രാപിക്കും. അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ഇറങ്ങുന്നവൻ
ഏത് വ്യാധി പിടിച്ചവനെങ്കിലും അവനിൽ സൗഖ്യമുണ്ടാകും. അതത് സമയം ഏതാണ്? അതത് സമയം the perfect timing of God. ദൈവത്തിന്റെ കൃത്യമായ സമയം, ദൈവത്തിന്റെ കൃത്യമായ സമയം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും യേശു കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ നിന്നുകൊണ്ട് മറിയത്തോട് പറയുന്നുണ്ട്. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൃത്യമായ ദൈവത്തിന്റെ ടൈമിംഗ്, കൃത്യമായ ദൈവത്തിന്റെ സമയം. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ ദൈവത്തിന്റെ സമയത്തെക്കുറിച്ച് സവിസ്തരമായി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്നാലും ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെക്കുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 9, 10, 11, 12 വാക്യങ്ങളാണ്. അതിനകത്ത് നിന്ന് ഞാൻ പറയട്ടെ, യെസ്, പെർഫെക്റ്റ് ടൈമിംഗ്, നെവർ early, never late. God is never in a hurry, but he is always on time. ദൈവം ഒരിക്കലും വൈകി പ്രവർത്തിക്കുന്നവനല്ല, ദൈവം ഒരിക്കലും നേരത്തെയും പ്രവർത്തിക്കുന്നവനല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവം വൈകി പ്രവർത്തിക്കാറില്ല, ദൈവം നേരത്തെയും പ്രവർത്തിക്കാറില്ല. ദൈവം തക്ക സമയത്ത്, കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. ഓൺ ടൈം ആണ് ദൈവം. നമ്മൾ പറയത്തില്ലേ, ഫ്ലൈറ്റ് ഓൺ ടൈം ആയിരുന്നു, ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. അല്പം പോലും നേരത്തെയും വന്നില്ല, അല്പം പോലും ലേറ്റ് ആയതുമില്ല, കൃത്യസമയമായിരുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയും, തക്ക സമയം. ഉൽപ്പത്തി 22 9, 10, 11 വാക്യങ്ങൾ. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന്, അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സത്യം, നമ്മൾ ഈ മെസ്സേജ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ജഹോവ ജൈറ, യഹോവ ഇരേ എന്ന് പറയുന്ന പദത്തിന്റെ ആഴവും അർത്ഥവും മർമ്മവും അടിസ്ഥാനവും എല്ലാം വെളിപ്പെട്ട ഒരു സംഭവമാണ് ഉൽപ്പത്തി 22-ൽ നമ്മൾ ഈ വായിച്ച സംഭവം. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കർത്താവിന്റെ ആത്മാവ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, കൃത്യസമയമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം കൽപ്പിച്ചിരുന്ന ആ സ്ഥലത്ത് അബ്രഹാം മോറിയായിലെത്തി. അവിടെ അബ്രഹാം ഒരു യാഗപീഠത്തെ പണിതു, വിറകുകളെ അടുക്കി, തന്റെ മകൻ ഇസഹാക്കിന്റെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിന്റെ മേൽ, വിറകിന്റെ മേൽ കിടത്തി. നമുക്കറിയാം, വർഷങ്ങളോളം കാത്തിരുന്ന് ദൈവികമായ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം പ്രാപിച്ചെടുക്കുവാൻ ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിച്ച കാത്തിരുന്ന മനുഷ്യനാണ് അബ്രഹാമും സറയും. ആ കാത്തിരിപ്പുകൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട്, ആ കാത്തിരിപ്പുകളൊന്നും നിഷ്ഫലമായി പോകാതെ, നിഷ്ക്രിയമായി പോകാതെ, വാഗ്ദത്തം കാതുകളിൽ മുഴങ്ങിയപ്പോൾ ആ കേട്ട വാഗ്ദത്ത പ്രകാരം വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ, ഐസക്കിനെ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനും സാറയ്ക്കും വേണ്ടി കൊടുത്തു. എന്നാൽ അബ്രഹാമിന്റെ അരികിൽ ഒരിക്കൽ താൻ ഓമനിച്ച് വളർത്തിയ, വർഷങ്ങളോളം കാത്തിരുന്ന് പ്രാപിച്ചെടുത്ത ദൈവത്തിന്റെ വാഗ്ദത്ത പുത്രനായ ഇസഹാക്കിനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുമുൻപാകെ യാഗം കഴിക്കുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തിന്റെ നടുവിൽ ഏതൊരപ്പനും പകച്ചു പോകണം. കാരണം ലാളിച്ചു കൊതി തീർന്നിട്ടില്ല, ഓമനിച്ച് വളർത്തി കൊതി തീർന്നിട്ടില്ല, കൺകുളിർക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല. വർഷങ്ങൾ കാത്തിരുന്ന്, 100ഓളം വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ചതായ ഒരു തലമുറയാണത്. സാറ ആ കുഞ്ഞിനെ ഒട്ടും കൊടുക്കുവാൻ തയ്യാറാകില്ല. ഇതിന്റെ മധ്യയിൽ ദൈവം ഈ മകനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീക മർമ്മം ഉണ്ടായിരുന്നു. അബ്രഹാമേ, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്റെ മകനെയാണോ, അതോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണോ? പലപ്പോഴും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലും ചെയ്യാറുണ്ട് പ്രിയരെ. ദൈവത്തിന് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അറിയണം. ഇന്നെന്നെ കാണുന്ന, സൂമിൽ, യൂട്യൂബിൽ കാണുന്ന, സഭയിൽ കാണുന്ന, ഇവിടെ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവപുരുഷന്മാരോടും കർത്താവിന്റെ മക്കളോടും ഈ മെസ്സേജ് കേൾക്കുന്നവരോടും ഒക്കെ ഞാൻ പറയട്ടെ, ഇടയ്ക്കിടയ്ക്കൊക്കെ
സ്വർഗത്തിലെ ദൈവം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും കേട്ടോ. നിനക്ക് അവനോടാണോ സ്നേഹം, അതോ ഈ ലോകത്തിലെ മറ്റെന്തിനോടെങ്കിലും ആണോ സ്നേഹമെന്ന്. അവന്റെ സ്നേഹം എപ്പോഴെങ്കിലും അവനോട് കുറഞ്ഞു പോകുമ്പോൾ ആ സ്നേഹം കുറഞ്ഞു പോയതിന്റെ കാരണങ്ങളിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുവാൻ അവനിടുന്ന പല ചോദ്യ പേപ്പറുകളും നിങ്ങളുടെ മുമ്പിലുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങളുടെ മുമ്പിലുണ്ട്. ചിലർ എഴുതി അങ്ങ് തോക്കാറുണ്ട്, ചിലർ എഴുതി ജയിച്ച് പ്രൊമോഷനിലോട്ട് പോകാറുണ്ട്. എഴുതി തോറ്റവരുടെ എണ്ണമാ കൂടുതൽ, പക്ഷെ ജയിച്ചു കയറിയവർ പലരും അടുത്ത ലെവലിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് തന്നെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഒരു ചോദ്യം അവന്റെ മുമ്പിൽ വരികയാണ്, എന്നെ സ്നേഹിക്കുന്നുവോ, നിന്റെ ഏകമകനെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യത്തിന്റെ മുൻപിൽ സാറായോട് പോലും ചോദിക്കാതെ, സാറയാണ് ഇസഹാക്കിനെ പ്രസവിച്ചത്, സാറയാണ് അവന് ജന്മം കൊടുത്തത്, സാറയാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. അബ്രഹാമിനും സാറയ്ക്കും ലഭിച്ച ഈ കുഞ്ഞ് അവരുടെ പൊന്നോമനയാണ്. ആ കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ബൈബിൾ നോക്കിയിട്ടുള്ളവർക്കറിയാം, അബ്രഹാം ഒരു കാരണവശാലും സാറയോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. മകനെ എനിക്ക് തരുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല പ്രിയരെ. എന്താ അതിന്റെ കാരണം? സാറയാണ് കുഞ്ഞിനെ പ്രസവിച്ചതെങ്കിലും, സാറയാണ് ഇസഹാക്കിനെ വളർത്തിയതെങ്കിലും, സാറയുടെ പൊന്നോമന പുത്രനെങ്കിലും സാറയോട് അബ്രഹാം ചോദിക്കുന്നില്ല ദൈവത്തിന് ഈ മകനെ ബലി കൊടുക്കാൻ പോകുന്നു എന്ന്. കാരണം അബ്രഹാമിന് ഉടമ്പടി ഉള്ളത് ആരാധനയുടെ വിഷയത്തിൽ ആരോടുമല്ല, സാറയോടല്ല, അനന്തരവനോടല്ല, ലോത്തിനോടല്ല, കുടുംബക്കാരോടല്ല, തന്റെ ബാല്യക്കാരോടും ശുശ്രൂഷകരോടുമല്ല. അബ്രഹാമിന് ഉടമ്പടി ഉള്ളത് ദൈവത്തോടാണ്. അബ്രഹാം ഉടമ്പടി ചെയ്തിരിക്കുന്നത് തന്നെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച ദൈവത്തോടാണ്. അതേ പ്രിയരെ, ഇന്ന് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾക്കും ബന്ധമുള്ളത്, എനിക്കും നിങ്ങൾക്കും ഉടമ്പടി ഉള്ളത്, ഞാനും നിങ്ങളും കണക്റ്റഡ് ആയിരിക്കുന്നത് സർവശക്തനാകുന്ന ദൈവത്തോട്.